കർത്താവും ഗുരുവുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. നൽമൊഴികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. നാം 8-ാം അധ്യായത്തിൽ കാണുന്നത് യേശു കർത്താവ് യാത്രയിലാണ്. വഴിയാത്രയിൽ അനേകം ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഉപദേശിച്ച് രോഗികളെ സൗഖ്യമാക്കി ശിഷ്യന്മാരോടൊപ്പം നടക്കുന്ന ഒരു യേശുവിനെയാണ് നാം കാണുന്നത്. ഓരോ കാര്യങ്ങൾ അവൻ ശിഷ്യന്മാരോടും പുരുഷാരത്തോടും പറയുന്നതായും നാം കാണുന്നു. 34-ാം വാക്യത്തിൽ നാം കാണുന്നത് ശിഷ്യന്മാരെയും പുരുഷാരത്തെയും അരികെ വിളിച്ച് യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ് നാം വായിച്ചു കേട്ടത്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇവിടെ നാം കണ്ടു, ഒരു വ്യക്തി യേശു കർത്താവിനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1, തന്നെത്താൻ ത്യജിക്കുക. 2, ക്രൂശ് എടുക്കുക. 3, അനുഗമിക്കുക. എന്താണ് തന്നെത്താൻ ത്യജിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിനയിങ് വൺ സെൽഫ്. സെൽഫ് ഡിനയലും ഡിനയിങ് വൺ സെൽഫും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സെൽഫ് ഡിനയൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനു വേണ്ടി വല്ലപ്പോഴും ഒരു നന്മ ചെയ്യുക എന്നുള്ളതാണ്. സെൽഫ് ഡിനയലിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നാം കൂട്ടുകാരോടൊത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണത്തിന് പോവുകയാണ് എന്ന് വിചാരിക്കുക. കൂടെയുള്ളവർക്ക് ആർക്കും ഐസ്ക്രീമിനോട് താല്പര്യമില്ല. എന്നാൽ നിങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കുവാൻ ഒരുപാട് ഇഷ്ടമുണ്ട് താനും. നിങ്ങൾ ഐസ്ക്രീം വേണ്ടെന്ന് വെക്കുന്നു. മറ്റുള്ളവർ ഇരിക്കുന്നു, അവർക്ക് കഴിക്കാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് ഞാനും ഐസ്ക്രീം കഴിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. അതിനെയാണ് സെൽഫ് ഡിനയൽ എന്ന് പറയുന്നത്. വല്ലപ്പോഴും ഒക്കേഷണലായിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നു. എന്നാൽ ഡിനയിങ് വൺ സെൽഫ് എന്ന് പറഞ്ഞാൽ സറണ്ടറിങ് ടു ക്രൈസ്റ്റ് ആൻഡ് ഡിറ്റർമൈനിങ് ടു ഒബേ ഹിസ് വിൽ. യേശു കർത്താവിൽ ഉള്ള വിധേയത്വം, അവൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കുവാൻ ഉള്ള ഉറച്ച തീരുമാനം, അതിനെയാണ് ഡിനയിങ് വൺ സെൽഫ് എന്ന് പറയുന്നത്. രണ്ടാമതായി നാം കാണുന്നത് ക്രൂശ് എടുക്കുക. റോമക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ക്രൂശ് എന്ന് പറയുന്നത് സഹനത്തിൻ്റെയും അപമാനത്തിൻ്റെയും പ്രതീകമായിരുന്നു. ക്രോസ് വാസ് എ സിംബൽ ഓഫ് ഷെയിം ആൻഡ് സഫറിങ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അനേകം സഫറിങ്ങുകളും നാണക്കേടുകളും അപമാനങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് ജോലിയിലുള്ള ബുദ്ധിമുട്ട്, പഠനമേഖലയിലുള്ള ബുദ്ധിമുട്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള സഫറിങ്ങുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ കർത്താവ് ഉദ്ദേശിക്കുന്ന സഫറിങ് അല്ലെങ്കിൽ ക്രൂശ് എന്താണെന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അതായത് യേശു കർത്താവിനെ അനുഗമിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, സഫറിങ്ങുകൾ, അപമാനങ്ങൾ, അത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ വഹിച്ചേ മതിയാകും. തൻ്റെ ക്രൂശ് എന്നുള്ളത് മരണം വരെ അവൻ്റെ ഒപ്പമുണ്ടായിരിക്കുന്ന ഒന്നാണ് എന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. യേശു കർത്താവിനെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്ന ഒരു വ്യക്തി തന്നെത്താൻ ത്യജിക്കണം, ക്രൂശ് എടുക്കണം, അവനെ അനുഗമിക്കണം. 35-ാം വാക്യത്തിൽ നാം കാണുന്നു, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എൻ്റെയും സുവിശേഷത്തിൻ്റെയും നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. പ്രിയമുള്ളവരെ, എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? നമുക്കറിയാം, ഒരു വിത്ത് അത് നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അതുപോലെ തന്നെ ഇരിക്കും. എന്നാൽ അത് നിലത്ത് വീണ് ചത്തുവെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പുതിയ ജീവൻ മുളച്ചു വരും എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നില്ല എങ്കിൽ അവൻ്റെ ജീവിതം വ്യർത്ഥമാണ് എന്ന് തിരുവചനം ഓർപ്പിക്കുന്നു. 36-ാം വാക്യത്തിൽ നാം കാണുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും
ചെയ്താൽ അവന് എന്ത് പ്രയോജനം? 37 വാക്യത്തിൽ നാം വായിക്കുന്നു, അല്ല, തൻ്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? പ്രിയമുള്ളവരെ, നമുക്കറിയാം യേശു കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ പിശാച് യേശു കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യമാണ്, നിനക്ക് ഞാൻ ഈ ലോകത്തിലെ സർവ്വതും നൽകി തരാം, എന്നാൽ എന്നെ ഒന്ന് വണങ്ങിയാൽ മാത്രം മതി. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? നമുക്കറിയാം, ഒരു ആശുപത്രിയിലോ ഒരു വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന ഒരു വ്യക്തി തൻ്റെ ആയുസ്സിൻ്റെ സമ്പാദ്യം മുഴുവൻ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ചിലവാക്കുന്ന അവസ്ഥകളൊക്കെ നാം കണ്ടിട്ടുണ്ട്. തൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി, ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ആളുകൾ അവർ സമ്പാദിച്ചത് ഹോസ്പിറ്റലുകളിൽ കൊണ്ട് കൊടുക്കുന്ന കാഴ്ചകൾ നാം കാണുന്നുണ്ട്. നമുക്ക് ഒരു നിമിഷം നമ്മോട് തന്നെ ചോദിക്കാം, എന്താണ് എൻ്റെ ജീവൻ്റെ വില? ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ ആയുസ്സിൽ മുഴുവൻ സമ്പാദിച്ചത് നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ചിലവാക്കുവാൻ നാം മടിയുള്ളവരല്ല. 38 വാക്യത്തിൽ നാം വായിക്കുന്നു, വ്യഭിചാരവും പാപവുമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. ഈ വചനത്തിൽ നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവ് വേഗം വരുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ മേഘാരൂഢനായി വരുമ്പോൾ ദൂതന്മാരുടെ മുമ്പിൽ നമ്മെക്കുറിച്ച് നാണിക്കണ്ട എങ്കിൽ നാം ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതം കർത്താവിൽ സമർപ്പിച്ച് അവൻ്റെ ഹിതം മനസ്സിലാക്കി അതിൻ പ്രകാരം മാത്രം ജീവിക്കുവാൻ നമ്മെ സമർപ്പിക്കാം. വളരെ വേഗത്തിൽ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നാം ഇന്ന് കണ്ടത് മർക്കോസിൻ്റെ സുവിശേഷം 8 അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണല്ലോ. ഒരു ശിഷ്യനാകണമെങ്കിൽ നാം തന്നെ ത്യജിക്കണം, ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കണം. നാം നമ്മുടെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എന്ന് വചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിച്ചു. നമ്മുടെ ജീവൻ്റെ വില എന്താണ്? നമ്മുടെ ആയുസ്സിൻ്റെ സമ്പാദ്യം മുഴുവൻ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി നാം കൊടുക്കുവാൻ മടിയുള്ളവരല്ലല്ലോ. അങ്ങനെയെങ്കിൽ ഈ കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളെ തന്നെ ത്യജിച്ച് നിന്റെ ഹിതം പൂർണ്ണമായി അനുസരിക്കുവാൻ ഞങ്ങളെ തന്നെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തിരുഹിതം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ജീവിതങ്ങളിൽ പ്രാവർത്തികമാകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.